വെൽക്കം ടു ഓൾ. നമ്മളിന്ന് ബാങ്കിങ്ങിൻ്റെ രണ്ടാമത്തെ മൊഡ്യൂൾ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബ്രാഞ്ച് ബാങ്കിങ് ആൻഡ് യൂണിറ്റ് ബാങ്കിങ്. എന്താണ് ബ്രാഞ്ച് ബാങ്കിങ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, യൂണിറ്റ് ബാങ്കിങ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, എ കമ്പാരിസൺ ഓഫ് ബ്രാഞ്ച് ബാങ്കിങ് ആൻഡ് യൂണിറ്റ് ബാങ്കിങ്. ഇത്രയും കാര്യങ്ങളാണെന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഡയറക്റ്റ്ലി ടോപ്പിക്കിലേക്ക് പോകാം. സ്ട്രക്ചർ, പ്രിൻസിപ്പിൾസ് ആൻഡ് നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ്. ഇതാണ് നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിൻ്റെ പേര്. അതിൽ നമ്മൾ ആദ്യം കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു റീഡ് ആൻഡ് ഗിൽ, റീഡിൻ്റെയും ഗില്ലിൻ്റെയും അഭിപ്രായത്തിൽ, എ കൊമേഴ്ഷ്യൽ ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് അക്സെപ്റ്റ്സ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് ആൻഡ് മേക്സ് കൊമേഴ്ഷ്യൽ ലോൺസ് ആൻഡ് ഈസ് റെഗുലേറ്റഡ് ബൈ എ ബാങ്ക്, ദാറ്റ് ഈസ് റെഗുലേറ്ററി ഏജൻസി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത് ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുകയും ലോണുകൾ, കൊമേഴ്ഷ്യൽ ലോണുകൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബാങ്ക് എന്ന് പറഞ്ഞാൽ, കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ഈസ് റെഗുലേറ്റഡ് ബൈ എ ബാങ്ക്, അതിനെ റെഗുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇന്ത്യയുടെ കേസിലാണെങ്കിൽ ഈ ബാങ്കുകളൊക്കെ റെഗുലേറ്റ് ചെയ്തിരിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇത് നമ്മൾ റെഗുലേറ്ററി ഏജൻസി അല്ലെങ്കിൽ റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറയും. അപ്പോൾ ബാങ്ക് ഡെപ്പോസിറ്റുകളെ അക്സെപ്റ്റ് ചെയ്യുകയും ലോണുകൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. അത്തരം ഇൻസ്റ്റിറ്റ്യൂഷനെ ഒരു റെഗുലേറ്ററി ഏജൻസി കൺട്രോൾ ചെയ്യുന്നു. അതിനെ നമ്മൾ ഇന്ത്യയുടെ കേസിലാണെങ്കിൽ നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI എന്ന് പറയുന്നു. സോ ദിസ് ഈസ് ദി ഡെഫിനേഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് അക്കോർഡിംഗ് ടു റീഡ് ആൻഡ് ഗിൽ. ദെൻ വാട്ട് ആർ ദി മേജർ ക്ലാസിഫിക്കേഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്? കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഏതൊക്കെ തരത്തിലാണുള്ളത്? ബ്രാഞ്ച് ബാങ്കിങ്, യൂണിറ്റ് ബാങ്കിങ്, ഗ്രൂപ്പ് ബാങ്കിങ്, യൂണിവേഴ്സൽ ബാങ്കിങ്, ചെയിൻ ബാങ്കിങ്, മിക്സഡ് ബാങ്കിങ്, കറസ്പോണ്ടൻറ്റ് ബാങ്കിങ്, ക്ലിയറൻസ് ബാങ്ക്സ്. ഇങ്ങനെ നമ്മളൊരു 8 കാറ്റഗറി ആയിട്ട് കൊമേഴ്ഷ്യൽ ബാങ്കിനെ തരംതിരിച്ചിട്ടുണ്ട്. ഇത്തരം രീതിയിലൊക്കെയാണ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മളിനി ആദ്യം ബ്രാഞ്ച് ബാങ്കിങ്ങിലേക്കാണ് പോകുന്നത്. എന്താണ് ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബ്രാഞ്ച് ബാങ്കിങ്, ഇറ്റ് ഈസ് എ ബാങ്കിങ് സിസ്റ്റം അണ്ടർ വിച്ച് എ ബിഗ് ഇൻഡിവിജ്വൽ ക്യാരീസ് ഓൺ ബാങ്കിങ് ബിസിനസ് ത്രൂ എ നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ് ഓൾ ഓവർ ദ കൺട്രി. അതായത് ഒരു ബാങ്ക്, ആ ബാങ്കിന് കീഴിൽ ഒരുപാട് ബ്രാഞ്ചസ് എന്ന് പറയാൻ നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ്, ഒരുപാട് ബ്രാഞ്ചസ്, അതുവഴി ബാങ്കിങ് നടപ്പിലാക്കുക. അതിനെയാണ് എന്ത് പറയുന്നത്? ബ്രാഞ്ച് ബാങ്കിങ്. ഒരു ഏറ്റവും വലിയൊരു ബാങ്ക്, അതിനൊരുപാട് ബ്രാഞ്ചുകൾ, പല സ്ഥലത്തായിട്ട് രാജ്യത്തിൻ്റെ പല ഏരിയകളിലായിട്ട് ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ടാകുന്നു. ആ ബ്രാഞ്ചുകൾ വഴി അതിൻ്റെ കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻസ് നടത്തുന്നു. അത്തരം ബാങ്കിങ് സിസ്റ്റത്തിനെ നമ്മളെന്ത് പറയുന്നു? ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറയുന്നു. അക്കോർഡിംഗ് ടു എഡ്വാർഡ് W. റീഡ്, branch banking exists when a single bank conducts banking at 2 or more places. അതായത് ഒരു ബാങ്ക് രണ്ടിലധികമോ സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകൾ വഴി ബാങ്കിങ് നടത്തുകയാണെങ്കിൽ അതിനെയാണ് നമ്മളെന്ത് പറയുക? ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറയുന്നത് എന്നുള്ളതാണ് എഡ്വേർഡ് W. റീഡ് പറയുന്നത്. ഇനി ആദ്യമായിട്ട് ബ്രാഞ്ച് ബാങ്കിങ് വന്നത്, ബ്രാഞ്ച് ബാങ്കിങ് വാസ് ഡെവലപ്ഡ് ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലാണ് ആദ്യമായിട്ട് ബ്രാഞ്ച് ബാങ്കിങ് വന്നിട്ടുള്ളത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡീസെൻട്രലൈസ്ഡ് ബാങ്കിങ് ഓർ ഡീലോക്കലൈസ്ഡ് ബാങ്കിങ്. ഡീസെൻട്രലൈസ്ഡ് ബാങ്കിങ് അഥവാ ഡീലോക്കലൈസ്ഡ് ബാങ്കിങ് എന്നുള്ള പേരിലൊക്കെ ഈ ബ്രാഞ്ച് ബാങ്കിങ് അറിയപ്പെടുന്നു. ഇനി എന്തെല്ലാമാണ് ബ്രാഞ്ച് ബാങ്കിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഒന്ന്, ഇക്കണോമിക്സ് ഓഫ് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ. അതായത് ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരുപാട് എന്താ പറയുക, ഇക്കണോമിക്സ് ഓഫ് ലാർജ് സ്കെയിൽ, ഒരുപാട് വലിയ എമൗണ്ട് ലോണും കാര്യങ്ങളൊക്കെയാണ് ഇട്ടാണ് ഈ ഒരു ബാങ്കുകൾ ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരുപാട് ക്വാളിഫൈഡ് പേഴ്സൺസ് ഉണ്ടാവും, അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും. ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ, ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ ഏറ്റവും എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകൾ ആ ഏരിയയിലേക്ക് മാത്രം വയ്ക്കുന്നു, അല്ലേ. ലോൺസ് ക്യാൻ ബി ഗ്രാൻറ്റഡ് അറ്റ് ചീപ്പ് റേറ്റ്, വളരെ കുറഞ്ഞ റേറ്റിൽ എന്താ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ലോണുകൾ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നു. മാനേജീരിയൽ എഫിഷ്യൻസി, എല്ലാ ബ്രാഞ്ചിലും ഓരോ മാനേജർമാരുണ്ടാവും, അതുകൊണ്ട് എല്ലാ ബ്രാഞ്ചുകളും വളരെ എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്യും. അതുവഴിയൊക്കെ ആ ബാങ്കിന് ഉണ്ടാകുന്ന ചിലവ് കുറച്ചുള്ള, അല്ലേ, എക്കണോമിക്സ് ഓഫ് ലാർജ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചിലവ് കുറഞ്ഞ് കിട്ടും. അതാണ് ഇക്കണോമിക്സ് ഓഫ് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്ത് 2, എൻഹാൻസ് ദ പബ്ലിക് കോൺഫിഡൻസ്. പബ്ലിക്കിൻ്റെ ഇടയിൽ കോൺഫിഡൻസ് വർദ്ധിക്കും. കാരണം വലിയൊരു ശൃംഖലയാണ്, വലിയ ബാങ്ക്, അതിന് ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ ഉണ്ട്, വളരെ ഫേമസ് ആണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ജോഗ്രഫിക്കൽ ഏരിയയിൽ കവറേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഈ ബാങ്കിനകത്ത് വളരെയധികം വലിയ വിശ്വാസം ഉണ്ടായിരിക്കും. സോ എൻഹാൻസ് ദി പബ്ലിക് കോൺഫിഡൻസ്. ദെൻ അടുത്ത 3rd, ഇക്കണോമി ഇൻ ക്യാഷ് റിസർവ്. ഇക്കണോമി ഇൻ ക്യാഷ് റിസർവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഒരു ആൾക്ക് ലോൺ കൊടുക്കും അല്ലെങ്കിൽ ഒരാളുടെ ഡെപ്പോസിറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ
നിശ്ചിത ശതമാനം നമ്മൾ എന്ത് ചെയ്യണം, റിസർവായിട്ട്, ക്യാഷ് റിസർവായിട്ട് കീപ്പ് ചെയ്യണം. ബാക്കിയുള്ള എമൗണ്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ഒരാളുടെ 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 800 രൂപ നമുക്ക് എന്ത് ചെയ്യാം, ലോൺ കൊടുക്കാം. ബാക്കി 200 രൂപ റിസർവായിട്ട് എടുത്ത് വെക്കണം. കാരണം ഇതുപോലെ ഒരുപാട് ആളുകൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവും. അവർ പെട്ടെന്ന് പണം പിൻവലിക്കുന്ന സമയത്ത് അവർക്ക് കൊടുക്കാനുള്ള പണം ബാങ്കിൻ്റെ കയ്യിൽ വേണം, അല്ലെങ്കിൽ ബാങ്ക് ഫെയിലിയർ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ക്യാഷ് റിസർവ് പറയുന്നത്. അപ്പോൾ ഈ ബ്രാഞ്ച് ബാങ്കുകൾക്കിടയിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. കാരണം അവർക്ക് വേണമെങ്കിൽ മുഴുവൻ എമൗണ്ടും കൊടുക്കാം. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ മറ്റൊരു ബ്രാഞ്ചിൽ നിന്നോ അല്ലെങ്കിൽ അടുത്ത ഹെഡ് ഓഫീസിൽ നിന്നൊക്കെ പണം ട്രാൻസ്ഫർ ചെയ്ത് വാങ്ങിക്കാൻ അവർക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ക്യാഷ് റിസർവിൽ ഇക്കോണമി ഉണ്ട്. അത് പറഞ്ഞാൽ അവിടെ ഒരുപാട് ബെനിഫിറ്റുകൾ ഈ ബ്രാഞ്ചുകൾക്കുണ്ട്. അടുത്തത് 4, സ്പ്രെഡിങ് ഓഫ് റിസ്ക്. സ്പ്രെഡിങ് ഓഫ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാങ്ക് പെട്ടെന്ന് തകർന്നു പോയില്ല. എല്ലാ ആളുകളും ഡെപ്പോസിറ്റ് പിൻവലിച്ചു കഴിഞ്ഞാലും മറ്റു ബാങ്കിൽ നിന്നൊക്കെ ക്യാഷ് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് റിസ്ക് ഇല്ല, വലിയ റിസ്ക് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ റെഡ്യൂസസ് ദ പോസിബിലിറ്റി ഓഫ് ഫെയിലിയർ ഓഫ് ബാങ്ക്സ് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം പല ബാങ്കുകളിൽ നിന്ന് നമുക്ക് പൈസ അറേഞ്ച് ചെയ്തിട്ട് ഈ ഡെപ്പോസിറ്റ് ചെയ്ത ആളുകൾ തിരിച്ച് പണം പിൻവലിക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ കൊടുക്കാൻ പറ്റും. അല്ലാതെ ബാങ്ക് തകർന്നു പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. റിസ്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ദെൻ 5th വൺ, ചീപ്പ് റെമിറ്റൻസ് ഫെസിലിറ്റി. അതായത് ഫണ്ട് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് ഫ്രം വൺ ബ്രാഞ്ച് ടു അനദർ. ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് എന്നാണ്, ഫണ്ട് എന്നല്ല, ഫണ്ട് ഫ്രം വൺ ബ്രാഞ്ച് ടു അനദർ. ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്ക് വളരെ ഈസി ആയിട്ട് വളരെ കുറഞ്ഞ റേറ്റിൽ അവരെന്ത് ചെയ്യും, അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. മറ്റൊന്ന്, യൂണിഫോമിറ്റി ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്. എല്ലാ ബ്രാഞ്ചിലും ഒരേ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇംപ്രൂവ്ഡ് ഫെസിലിറ്റീസ് ടു കൺസ്യൂമേഴ്സിന് ഒരുപാട് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ബാങ്കുകൾ. ഒരുപാട് ഫെസിലിറ്റീസ് ഓരോ ബ്രാഞ്ചിലും ഒരുപാട് ഫെസിലിറ്റീസ്, കസ്റ്റമർ ഫ്രണ്ട്ലി ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബ്രാഞ്ചുകൾക്കും നിശ്ചിത ഫണ്ടും കാര്യങ്ങളും ഡെപ്പോസിറ്റൊക്കെ വന്നിട്ടുണ്ടാവും. അത് വളരെ കൃത്യമായിട്ട് മാനേജേഴ്സ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. അടുത്ത്, ബാങ്കിങ് ഫെസിലിറ്റി ഇൻ ബാക്ക്വേർഡ് റീജിയൻ. ഇതുവരെ ബാങ്ക് ഒന്നും ഇല്ലാത്ത ഏരിയയിലേക്ക് പുതിയ ബ്രാഞ്ചുകൾ വരുമ്പോൾ അവിടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു. അതുവഴി നമ്മൾ റീജിയണൽ ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ബാക്ക്വേർഡ് റീജിയൻസിലെ ഡെവലപ്മെൻറ്റ് സാധ്യമാകുന്നു എന്നുള്ളതാണ് അടുത്ത 9ാമത്തെ പോയിൻറ്റ്. ഇനി 10ാമത്തെ പോയിൻറ്റ്, എഫക്റ്റീവ് സെൻട്രൽ ബാങ്ക് കൺട്രോൾ. അതായത് സെൻട്രൽ ബാങ്ക്, അതായത് നമ്മൾ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെങ്കിൽ അതിന് മോണിറ്ററി പോളിസി നടപ്പിലാക്കുന്നത് എല്ലാ ബാങ്കുകൾക്കും ബാധകമാണ്. അതുപോലെ ആ മോണിറ്ററി പോളിസി വളരെ എഫിഷ്യൻ്റായിട്ട് നടപ്പിലാക്കാൻ ഇത്തരം ബ്രാഞ്ച് ബാങ്കുകൾ സഹായിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ 10ാമത്തെ ഒരു മെറിറ്റായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഡീമെറിറ്റ്സുകൾ നോക്കാം. വാട്ട് ആർ ദി ഡിസഡ്വാൻറ്റേജസ് ഓഫ് ബ്രാഞ്ച് ബാങ്കിങ്? ഒന്ന്, പ്രോബ്ലംസ് ഓഫ് മാനേജ്മെൻറ്റ്. ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടായതുകൊണ്ട് അതിനൊക്കെ സൂപ്പർവിഷൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ സൂപ്പർവിഷൻ ഓഫ് ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഈസ് വെരി ഡിഫിക്കൾട്ട് ഫോർ ദി ഹെഡ് ഓഫീസ്. 2, അൺഹെൽത്തി കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ബ്രാഞ്ചസ്. അപ്പോൾ ബ്രാഞ്ചസുകൾ തമ്മിൽ തന്നെ ഒരു കോമ്പറ്റീഷൻ വരികയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നു. അത് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ ഹെഡ് ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. റെഡ് ടാപ്പിസം ആൻഡ് ഡിലേ. അതായത് 3ാമത്തെ പോയിന്റിൽ പറയുന്ന റെഡ് ടാപ്പിസം, താമസം വരുന്നു. അതായത് വലിയ ലോണുകൾക്കൊക്കെ ബ്രാഞ്ചിൽ പോയി അപേക്ഷിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രാഞ്ചുകൾക്ക് അത് പാസ്സാക്കി കൊടുക്കാൻ സാധിക്കില്ല. കാരണം എന്ത് ചെയ്യും, അവർ നേരെ ഹെഡ് ഓഫീസിലേക്ക് അയക്കും. ഹെഡ് ഓഫീസിൽ നിന്ന് സാങ്ഷനൊക്കെ കിട്ടിയതിന് ശേഷം മാത്രമേ ലോൺ കൊടുക്കുള്ളൂ. അപ്പോൾ വലിയൊരു ഡിലേ അവിടെ സംഭവിക്കുന്നു. ചാൻസസ് ഓഫ് മൊണോപ്പൊളി. ഈ ബ്രാഞ്ച് ബാങ്കിങ് വന്നു കഴിഞ്ഞാൽ ഒരു ബാങ്ക് അതിൻ്റെ കീഴിൽ ഒരുപാട് ബ്രാഞ്ചുകൾ വന്നു കഴിഞ്ഞാൽ ഒരു മൊണോപ്പൊളി ഉണ്ടാവും, ഒരു കുത്തകയായിട്ട് ഇത് മാറാനുള്ള സാധ്യതയുണ്ട്. അതും വളരെയധികം ത്രെട്ടാണ്. മറ്റു ബാങ്കുകൾക്ക് കടന്നു വരവിനെ അത് തടസ്സമായിട്ട് നിൽക്കുന്നു. മറ്റൊന്ന്, എക്സിസ്റ്റൻസ് ഓഫ് നോൺ പ്രോഫിറ്റബിൾ ബ്രാഞ്ചസ്. എല്ലാ ബ്രാഞ്ചും ഒരുപോലെ എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്തോളുന്നില്ല. ചില ബാക്ക്വേർഡ് റീജിയൻസിലൊക്കെ ആദ്യമായിട്ട് ബാങ്ക് കൊണ്ടുപോയി സ്ഥാപിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ചില ആളുകൾ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, ഈ ബാങ്കിൻ്റെ ABCD അറിയാത്തതുകൊണ്ട് അവിടുന്ന് ലോണും കാര്യങ്ങളൊന്നും എടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അത് പ്രോഫിറ്റബിൾ ആയിക്കോളുന്നില്ല. ദെൻ ഡു നോട്ട് മീറ്റ് ലോക്കൽ നീഡ്സ്. അതായത് ലോക്കൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ നമ്മൾ ഏത് ജോഗ്രഫിക്കൽ ഏരിയയിലാണ് വരുന്നത് അവിടുത്തെ ആളുകളുടെ പ്രശ്നങ്ങൾ കണ്ട് മനസ്സിലാക്കി അവർക്ക് ഏത് ഏരിയയിലേക്കാണ് ലോൺ ആവശ്യമുണ്ടെങ്കിൽ അതിലേക്കൊക്കെയാണ് നമ്മൾ ലോൺ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഹെഡ് ഓഫീസ് എന്താണ് പറയുന്നത് അതേ രീതിയിൽ ചെയ്യുള്ളൂ. അപ്പോൾ ലോക്കൽ നീഡ്സ് അവിടെ മീറ്റ് ചെയ്യുന്നില്ല. ദെൻ അടുത്തത് നമ്മൾ യൂണിറ്റ് ബാങ്കിങ് ആണ്. എന്താണ് യൂണിറ്റ് ബാങ്കിങ്? ബ്രാഞ്ച് ബാങ്കിങ്ങിൽ നിന്നും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ബാങ്കിങ് സിസ്റ്റമാണ് യൂണിറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. സോ യൂണിറ്റ് ബാങ്ക്സ് ആർ ഇൻഡിപെൻഡൻറ്റ് വൺ ഓഫീസ് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒറ്റ ബാങ്ക് മാത്രമാണ്, അല്ലെങ്കിൽ ഒറ്റ ഓഫീസ് മാത്രമേ ഉള്ളൂ. ഒരുപാട് ബ്രാഞ്ചസും കാര്യങ്ങളൊന്നുമില്ല. ദെയർ ഓപ്പറേഷൻസ് ആർ കൺഫൈൻഡ് ഇൻ ജനറൽ ടു എ സിംഗിൾ ഓഫീസ്. ഒറ്റ ഓഫീസ് മാത്രമേ ഉള്ളൂ. ആൻഡ് ദിസ് സിസ്റ്റം ഓഫ് ബാങ്കിങ് വാസ് ഒറിജിനേറ്റഡ് ഇൻ USA. USA ആദ്യമായിട്ട് യൂണിറ്റ് ബാങ്കിങ് ഉണ്ടായിട്ടുള്ളത്. ഇനി എഡ്വേർഡ് W. റീഡിൻ്റെ ഡെഫിനിഷൻ പ്രകാരം എന്താണ് യൂണിറ്റ് ബാങ്കിങ് നോക്കാം. എ യൂണിറ്റ് ബാങ്ക് ഓപ്പറേറ്റ്സ് വിത്ത് എ സിംഗിൾ ഓഫീസ്. ഒരു സിംഗിൾ ഓഫീസ് മാത്രമേ ഉള്ളൂ. ഓർ സിംഗിൾ പ്ലേസ് ഓഫ് ബിസിനസ്.
ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അതിൻ്റെതായിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാവും. ആൻഡ് സ്റ്റോക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും. ഇറ്റ് ഈസ് നോട്ട് കൺട്രോൾഡ് ബൈ എനി അതർ ബാങ്ക് ഓർ ഇൻഡിവിജ്വൽ. മറ്റു ബാങ്കോ ഇൻഡിവിജ്വലോ ഒന്നും കൺട്രോൾ ചെയ്യാതെ ഒറ്റ ഓഫീസ് മാത്രമുള്ള, ഒറ്റ ബാങ്ക് മാത്രമുള്ള ബാങ്കിങ്ങിനെ നമ്മളെന്ത് പറയും? യൂണിറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് യൂണിറ്റ് ബാങ്ക്? ഒന്ന്, എഫിഷ്യൻറ്റ് വർക്കിംഗ്. വളരെ എഫിഷ്യൻ്റ്, കാരണം ഒറ്റ ബാങ്ക് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒറ്റ ഓഫീസ് ആയതുകൊണ്ട് തന്നെ വളരെ എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. പേഴ്സണൽ റിലേഷൻ, അതായത് ഈ ബാങ്ക് മാത്രമായതുകൊണ്ട് ആ ബാങ്കിൽ വരുന്ന ആളുകളായിട്ട് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് എല്ലാവർക്കും ഉണ്ടാവും. കാരണം എല്ലാവരും അറിയാം, ആ ബാങ്കിൽ തന്നെ എല്ലാവരും വരുമ്പോൾ ആ ഒരു ഏരിയയിൽ ആ ഒരു യൂണിറ്റ് ബാങ്കിങ് മാത്രമാണെങ്കിൽ എല്ലാ ആളുകളും ബാങ്കിങ് ആക്ടിവിറ്റീസിനായിട്ട് ആ ബാങ്കിലേക്കാണ് വരുന്നത്. അപ്പോൾ അവരുമായിട്ട് പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. മറ്റൊന്ന്, ക്വിക്ക് ഡിസിഷൻ ഓർ നോ ഡിലേ ഡിസിഷൻ. നേരത്തെ പറഞ്ഞ പോലെ ഹെഡ് ഓഫീസിലേക്ക് അയക്കുകയും അത് ഒരുപാട് ഡിലേ പിടിക്കുകയൊന്നും ചെയ്യുന്നില്ല ലോണ് സാങ്ഷൻ ആക്കുന്ന കാര്യത്തിൽ. ഇവിടെ വളരെ ക്വിക്ക് ഡിസിഷനാണ്, നോ ഡിലേ ഇൻ ഡിസിഷൻ. വലിയ ലോണാണെങ്കിൽ പോലും പെട്ടെന്ന് സാങ്ഷൻ ആയി കിട്ടും. ലെസ് ഇറഗുലാരിറ്റീസ്, അതായത് ലെസ് ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് കുറവായിരിക്കും. മറ്റു ബ്രാഞ്ചുകളൊക്കെ ആണെങ്കിൽ ബ്രാഞ്ചുകളിൽ എന്തെങ്കിലും തിരിമറികളോ കാര്യങ്ങളൊക്കെ നടന്നേക്കാം. കാരണം നമ്മൾ നേരത്തെ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ബ്രാഞ്ച് ബാങ്കിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞെന്താണ്, ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ടായതുകൊണ്ട് സൂപ്പർവിഷൻ വളരെയധികം ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത്. ഇവിടെ സൂപ്പർവിഷൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസിനുള്ള ചാൻസസ് എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. ദാറ്റ് ഈസ് ലെസ് ഇറഗുലാരിറ്റീസ്. അടുത്ത്, പ്രിവെൻഷൻ ഓഫ് മൊണോപ്പൊളി പ്രിവെൻഷൻ ചെയ്യുന്നു, അല്ലേ? മൊണോപ്പൊളി ഉണ്ടാവുന്നില്ല, അതും വലിയൊരു കാര്യമാണ്. മറ്റൊന്ന്, നോട്ട് നെഗ്ലക്റ്റിംഗ് ലോക്കൽ നീഡ്സ്. അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾ, കാരണം നേരത്തെ പറഞ്ഞു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ട്, അപ്പോൾ അവരുടെ ആവശ്യങ്ങളൊക്കെ കണ്ടറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് ലോണുകളും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാൻ യൂണിറ്റ് ബാങ്കുകൾക്ക് സാധിക്കുന്നു. മറ്റൊന്ന്, ഫ്രീ ഫ്രം ഡിസെക്കണോമിക്സ് ഓഫ് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ. അതായത് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ബെനിഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. എക്സ്പേർട്ടായിട്ടുള്ള ആളുകളുണ്ട്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കൊടുക്കാൻ പറ്റും, ക്യാഷ് റിസർവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എക്കണോമിക്സ് ഓഫ് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ, അതായത് കൂടുതൽ റിസോഴ്സസ്, കൂടുതൽ ലോണും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റുകളെയാണ് നമ്മളെന്താ പറയുക, എക്കണോമിക്സ് ഓഫ് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് ഒരുപാട് നമുക്ക് എന്ത് വരുന്നുണ്ട്, ചിലവുകളും വരുന്നുണ്ട്, നഷ്ടങ്ങളും വരുന്നുണ്ട്. അതിനാണ് ഡിസെക്കണോമിക്സ് ഓഫ് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇത് ചെറിയ സ്മോൾ സ്കെയിലിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബാങ്ക് ആയതുകൊണ്ട് തന്നെ ഇതിന് വലിയ നഷ്ടങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ്റെ ഡിസെക്കണോമീസ്, ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഇവിടെ ഇല്ല. കാരണം ഇവിടെ എന്താണ്, സ്മോൾ സ്കെയിൽ ഓഫ് ഓപ്പറേഷനാണ്. മറ്റൊന്ന്, എൻജോയ് ദ മെറിറ്റ്സ് ഓഫ് ബ്രാഞ്ച് ബാങ്കിങ്, കറസ്പോണ്ടൻറ്റ് ബാങ്ക്. അതായത് ഈ ബാങ്ക് മറ്റു ബാങ്കുകളുമായിട്ട് കറസ്പോണ്ടൻറ്റ് ബാങ്കിങ്ങുമായി എന്നൊരു സിസ്റ്റം ഉണ്ട്, കറസ്പോണ്ടൻറ്റ് ബാങ്കിങ്. ഈ ബാങ്കുകൾക്ക് മറ്റൊരു ബാങ്കുകളിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനും ആ ബാങ്കുകളെ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനും സാധിക്കും. അതിനാണ് കറസ്പോണ്ടൻറ്റ് ബാങ്ക് എന്ന് പറയുക. അപ്പോൾ അതുവഴി എന്ത് ചെയ്യാൻ പറ്റും, ബ്രാഞ്ച് ബാങ്കിങ്ങിൻ്റെ മെറിറ്റുകളൊക്കെ ഇവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു ബാങ്കേ ഉള്ളൂ, പക്ഷേ കറസ്പോണ്ടൻറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ മറ്റൊരു ബാങ്കുമായിട്ട് എന്ത് ചെയ്യുക, ചെറിയൊരു ഡീല് വയ്ക്കുക. ഓക്കെ, ദെൻ വാട്ട് ആർ ദി ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദി യൂണിറ്റ് ബാങ്കിങ്? ഡിവിഷൻ ഓഫ് ലേബർ ഈസ് നോട്ട് പോസിബിൾ. ആകെ ചെറിയൊരു ഓഫീസേ ഉള്ളൂ, കുറച്ച് ജീവനക്കാരേ ഉള്ളൂ, അപ്പോൾ അതിന് സ്പെഷ്യലൈസേഷൻ വയ്ക്കാൻ സാധിക്കില്ല, അല്ല? ഓരോരുത്തർക്ക് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളെ ഇതിലേക്ക് ഒരു സെക്ഷനിലേക്ക് മാറ്റാൻ സാധിക്കില്ല, കാരണം എല്ലാവരും എല്ലാതും ചെയ്യേണ്ടി വരും. മറ്റൊന്ന്, ലെസ് പോസിബിലിറ്റി ഓഫ് റിസ്ക് സ്പ്രെഡിങ് ഇല്ല. പെട്ടെന്ന് എല്ലാവരും ഡെപ്പോസിറ്റ് പിൻവലിച്ച് കഴിഞ്ഞാൽ ബാങ്ക് ഫെയിലിയർ ഉണ്ടാവും, ബാങ്കിന് പ്രശ്നങ്ങളുണ്ടാവും. മറ്റൊന്ന്, ലിമിറ്റഡ് റിസോഴ്സസ്, അതിൻ്റെ കയ്യിൽ വളരെയധികം ചെറിയ ലോൺ കൊടുക്കാനുള്ള എമൗണ്ടും കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. ഹയർ കോസ്റ്റ് ആണ്, ഇവർക്ക് സാലറി കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഒരു എന്താ പറയുക, നമ്മൾ ഡിസെക്കണോമിക്സ് ഓഫ് അല്ലെങ്കിൽ ചെറിയ രീതിയിൽ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ എന്തായാലും കോസ്റ്റ് കൂടുതലായിരിക്കും. ചെറിയ രീതിയിൽ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ കോസ്റ്റ് കൂടുതലായിരിക്കും, വലിയ രീതിയിൽ പ്രൊഡക്ഷൻ നടത്തുമ്പോഴായിരിക്കും കോസ്റ്റ് കുറവ്. ഓക്കെ, ഇത് എക്കണോമിക്സിലുള്ള ഒരു തിയറിയാണ്. അതാണ് നമ്മൾ എക്കണോമിക്സ് ഓഫ് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ചെറിയ രീതിയിൽ പ്രൊഡക്ഷൻ നടത്തുക അല്ലെങ്കിൽ ചെറിയ രീതിയിൽ റിസോഴ്സസ് ഒക്കെ മാനേജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ കോസ്റ്റുകൾ വരും. അടുത്ത്, ലോക്കൽ പ്രഷർ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ട്, അവിടുത്തെ ആളുകളുടെ കാര്യങ്ങളും ഒക്കെ മാനിക്കേണ്ടി വരും. അപ്പോൾ ലോക്കൽസ് ഇടപെടും കാര്യമായിട്ട്. അപ്പോൾ അവരുടെ അതിനനുസരിച്ച് താല്പര്യങ്ങൾക്കനുസരിച്ച് ചിലപ്പോൾ എന്തെങ്കിലും ചില ലോണുകളും കാര്യങ്ങളൊക്കെ സാങ്ഷൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. അൺഹെൽത്തി കോമ്പറ്റീഷൻ എമംഗ് യൂണിറ്റ് ബാങ്ക് ഇൻഡിവിജ്വൽ ബാങ്ക് ആയതുകൊണ്ട് തന്നെ അതുപോലെ ഒരുപാട് ഇൻഡിവിജ്വൽ ബാങ്ക് ഉണ്ടാവും. അപ്പോൾ അത്തരം യൂണിറ്റ് ബാങ്കുകൾ തമ്മിലൊരു അൺഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാവുന്നു. മറ്റൊന്ന്, ഡിസ്പാരിറ്റി ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്. ഒരു യൂണിറ്റ് ബാങ്കും മറ്റൊരു യൂണിറ്റ് ബാങ്കും തമ്മിലുള്ള ഇൻട്രസ്റ്റ് റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. ബ്രാഞ്ച് ബാങ്കിങ്ങിലാണെങ്കിൽ സെയിം ഇൻട്രസ്റ്റ് റേറ്റാണ്, പക്ഷേ അവിടെ ഇൻട്രസ്റ്റ് റേറ്റിനകത്ത് ഡിസ്പാരിറ്റീസ് വരുന്നു. ഓക്കെ, ദെൻ നോ ഇക്കണോമിക്സ് ഓഫ് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ അല്ല, സ്മോൾ സ്കെയിൽ ഓപ്പറേഷനാണ്. അതുകൊണ്ട് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ കിട്ടുന്ന ബെനിഫിറ്റ് ഒന്നും ഇവിടെ ലഭിക്കുന്നില്ല.
ലാക്ക് ഓഫ് ഫണ്ട് മൊബിലിറ്റി, ഫണ്ട് മൊബിലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം മറ്റേതാണെങ്കിൽ ഈ ബ്രാഞ്ച് ബാങ്കിങ്ങിനകത്താണെങ്കിൽ എന്താണ്, ഏത് ബ്രാഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഫണ്ട് മൊബിലൈസ് ചെയ്യാം, പെട്ടെന്ന് ആവശ്യമുള്ള പണം നമുക്ക് ലഭിക്കും. പക്ഷേ ഇവിടെ യൂണിറ്റ് ബാങ്കിങ്ങിൽ അങ്ങനെ പെട്ടെന്ന് ഫണ്ട് നമുക്ക് മൊബിലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. മറ്റൊന്ന് നോ ഡൈവേഴ്സിഫൈഡ് സർവീസസ്, ഒരുപാട് സർവീസസ് ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നില്ല. ബ്രാഞ്ച് ബാങ്കിങ്ങിൽ ഒരുപാട് ഡൈവേഴ്സിഫൈഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു. ദിസ് ഈസ് ഓൾ അബൌട്ട് ദി ബ്രാഞ്ച് ബാങ്കിങ് ആൻഡ് യൂണിറ്റ് ബാങ്കിങ്. ഇനി നമ്മളതിൻ്റെ ഒരു കമ്പാരിസണിലേക്ക് പോവുകയാണ്. എന്താണ് യൂണിറ്റ് ബാങ്കിങ്ങും ബ്രാഞ്ച് ബാങ്കിങ്ങും തമ്മിലുള്ള ഡിഫറൻസസ് എന്തെല്ലാമാണ്? ബ്രാഞ്ച് ബാങ്കിങ്, യൂണിറ്റ് ബാങ്കിങ്. ബ്രാഞ്ച് ബാങ്കിങ്ങിൽ നോക്കുക, എക്സിസ്റ്റൻസ് ഓഫ് ബ്രാഞ്ചസ്. ബ്രാഞ്ച് ബാങ്കിങ്ങിൽ ബ്രാഞ്ചസ്, ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. യൂണിറ്റ് ബാങ്കിങ്ങിലോ യൂഷ്വലി നോ ബ്രാഞ്ചസ്, അതിനകത്ത് ബ്രാഞ്ചസ് ഒന്നും ഇല്ല, ഒറ്റ ഓഫീസ് മാത്രമേ ഉള്ളൂ. ദെൻ ലാർജ് ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ജോഗ്രഫിക്കൽ ഏരിയയിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതാണ് ബ്രാഞ്ച് ബാങ്കിങ്. യൂണിറ്റ് ബാങ്കിങ്ങിലോ സ്മോളർ ഏരിയ ഓഫ് ഓപ്പറേഷൻ, ഒരു സിംഗിൾ ഏരിയയിൽ മാത്രം ലൊക്കേറ്റ് ചെയ്യുന്നതായിരിക്കാം. ഡിപ്പെൻഡൻസ് ഓഫ് അതർ ബ്രാഞ്ചസ്. ബ്രാഞ്ച് ബാങ്കിങ്ങിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ മറ്റു ബ്രാഞ്ചുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആണ്, അതിന് മറ്റു ആളുകളെ ആശ്രയിക്കാൻ സാധിക്കില്ല, ഇൻഡിപെൻഡൻ്റ് ആണ്. ദെൻ അബണ്ടൻസ് റിസോഴ്സസ്, ഒരുപാട് റിസോഴ്സസ് ആരുടെ കയ്യിലുണ്ട്? ബ്രാഞ്ച് ബാങ്കിങ്ങിൻ്റെ കയ്യിലുണ്ട്. നമ്മൾ പറഞ്ഞു എക്കണോമിക്സ് ഓഫ് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ, ഒരുപാട് ലാർജ് സ്കെയിലിൽ വർക്ക് ചെയ്യുന്നു. ഇവിടെയോ ലിമിറ്റഡ് റിസോഴ്സസ് ആണ്, സ്മോൾ സ്കെയിൽ ഓപ്പറേഷനാണ്. മറ്റൊന്ന് കമ്പാരിറ്റീവ്ലി ഡിലേ ഇൻ പ്രോസസ്സ്. ബ്രാഞ്ച് ബാങ്കിനകത്ത് ഡിലേ വരുന്നു. നമ്മൾ പറഞ്ഞു ഒരു ലോൺ സാങ്ഷൻ ആയി കിട്ടാൻ ഒരുപാട് സമയം കാര്യങ്ങളൊക്കെ പിടിക്കുന്നു എന്ന് പറഞ്ഞു. കമ്പാരിറ്റീവ്ലി ഡിലേ ഇൻ പ്രോസസ്സ്. യൂണിറ്റ് ബാങ്കിങ്ങിനകത്തോ ക്വിക്ക് പ്രോസസ്സിങ് ഓർ ക്വിക്ക് ഡിസിഷൻ, പെട്ടെന്ന് തന്നെ ലോണും കാര്യങ്ങളൊക്കെ സാങ്ഷൻ ചെയ്യാൻ സാധിക്കുന്നു. ഇനി അടുത്തൊരു കമ്പാരിസൺ, ഇറ്റ് ആക്ട്സ് വിത്ത് സെവറൽ യൂണിറ്റ്സ്, അതിൻ്റെ മറ്റു സെവറൽ യൂണിറ്റ്സുമായിട്ട് ഇത് ആക്ട് ചെയ്യുന്നു. ഇറ്റ് ആക്ട്സ് വിത്ത് എ സിംഗിൾ ഓഫീസ്, ഒരു ഓഫീസ് മാത്രമേ ഉള്ളൂ, അതുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. ലാർജ് സൈസ്, ബ്രാഞ്ച് ബാങ്കിങ് ലാർജ് സൈസാണ്, യൂണിറ്റ് ബാങ്കിങ് സ്മോളർ സൈസാണ്, നേരത്തെ പറഞ്ഞല്ലോ. ദെൻ ഡിവിഷൻ ഓഫ് ലേബർ ഈസ് പോസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പേർട്ടുകളെ, ഓരോ ഏരിയയിലും എക്സ്പേർട്ടായിട്ടുള്ള ആളുകളെ സെപ്പറേറ്റ് ആ ഒരു വിങ്ങിലേക്ക് മാറ്റുന്നു. പക്ഷേ ഇവിടെ ഡിവിഷൻ ഓഫ് ലേബർ ഈസ് നോട്ട് പോസിബിൾ. ഇവിടെ ചെറിയൊരു ഓഫീസ് മാത്രമാണ്, ആ ഓഫീസിനകത്ത് കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാ സെക്ഷൻ ചിലപ്പോൾ എല്ലാവരും ഡീൽ ചെയ്യേണ്ടി വരും. അവിടെ ഡിവിഷൻ ഓഫ് ലേബർ പോസിബിൾ അല്ല. മറ്റൊന്ന് ഫണ്ട് ആൻഡ് പേഴ്സണൽ മൊബിലിറ്റി ഈസ് പോസിബിൾ. ഫണ്ട് ആൻഡ് പേഴ്സണൽ മൊബിലിറ്റി, അതായത് തൊഴിലാളികളെ വേണമെങ്കിൽ ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്ക് മാറ്റാം. ഫണ്ട് വേണമെങ്കിലും ഒരു ബ്രാഞ്ചിൽ നിന്ന് പെട്ടെന്ന് ഫണ്ടിനാവശ്യമുള്ള ബ്രാഞ്ചിലേക്ക് പെട്ടെന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫണ്ടും ട്രാൻസ്ഫർ ചെയ്യാം, അതുപോലെ തന്നെ എംപ്ലോയീസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. എന്നാൽ യൂണിറ്റ് ബാങ്കിങ്ങിനകത്ത് അങ്ങനെ ഫണ്ട് മൊബിലിറ്റി ഇല്ല, അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ മൊബിലിറ്റി ഇല്ല. ലാക്ക് ഓഫ് ഫണ്ട് മൊബിലിറ്റി, അത് ആ ഒരു യൂണിറ്റ് ബാങ്കിൽ തന്നെ കണ്ടെത്തേണ്ട സ്ഥിതിയാണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് കമ്പാരിസൺ, യൂണിഫോമിറ്റി ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഓർ ഹോമോജീനിയസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ബ്രാഞ്ച് ബാങ്കിങ്ങിനകത്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കോമൺ ആണ്. അത് ഏത് ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാലും എല്ലാ ബ്രാഞ്ചിനകത്തും എന്തായിരിക്കും? സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം അതിനെ ഹോമോജീനിയസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. എന്നാൽ യൂണിറ്റ് ബാങ്കിങ്ങിനകത്ത് ഡിസ്പാരിറ്റി ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്, പല യൂണിറ്റ് ബാങ്കുകളും പല റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഈടാക്കുന്നത്, അല്ലേ? നമ്മളതിന് പറയും ഹെട്രോജീനിയസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ് പറയാറുള്ളത്. ഹെട്രോജീനിയസ്, ഒന്ന് ഹോമോജീനിയസും മറ്റൊന്ന് ഹെട്രോജീനിയസും. ഓക്കെ, അപ്പോൾ ഇതാണ് യൂണിറ്റ് ബാങ്കിങ്ങും ബ്രാഞ്ച് ബാങ്കിങ്ങും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് യൂണിറ്റ് ബാങ്കിങ് നോക്കി, അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കി. ബ്രാഞ്ച് ബാങ്കിങ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് നോക്കി. അതിനുശേഷം കമ്പാരിസൺ ഓഫ് ബ്രാഞ്ച് ബാങ്കിങ് ആൻഡ് യൂണിറ്റ് ബാങ്കിങ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ദെൻ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കും. മാത്രമല്ല മാക്സിമം ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.